പൂമ്പാറ്റേ, നീ എവിടെയാ? നീ എന്താ വരാത്തത്? മെമ്പർ ആൻറ്റി പറഞ്ഞു നിന്റെ ഈ തോട്ടവും ഞങ്ങളുടെ വീടും എല്ലാം പോകുമെന്ന്. അപ്പുറത്തെ ഗ്രാമത്തിൽ ബുൾഡോസർ വന്നു എന്ന്. ഡിനോസറിനെ പോലെ. എന്നെ വിട്ട് പോകല്ലേ പൂമ്പാറ്റേ. പൂമ്പാറ്റേ, നീ എവിടെയാ? എനിക്ക് നിന്നെ കാണണം. മിനിമോളെ, മിനിമോളുടെ പൂമ്പാറ്റ ഇന്നും വന്നില്ലല്ലേ? മോളിങ് അടുത്ത് വന്നേ. ഈ ഇടിവെട്ടും കാറ്റുമെല്ലാം മാറട്ടെ. അങ്കിളേ, ഞാൻ പോയിട്ട് വരാട്ടോ. ഇത് എൻ്റെ ഗ്രാമം. ഞാൻ നെഞ്ചിലേറ്റിയ കറുപ്പും വെളുപ്പും നിറഞ്ഞ നിറമുള്ള ഗ്രാമം. നോക്കൂ, അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലൊന്ന് മുങ്ങി നിവർന്നാൽ ആധുനികതയുടെ ചായക്കൂട്ടങ്ങളില്ലാത്ത നിഷ്കളങ്കമായ മുഖങ്ങൾ നമുക്ക് കാണാം. മായാലോകത്തിന്റെ മാസ്മരികതയിൽ മുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നും അറിയാതെ ആർത്തുല്ലസിക്കുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾ. പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ ചായക്കട. എല്ലാവർക്കും ചുടു ചായകളും ചുടു വാർത്തകളും ലഭിക്കുന്ന നമ്മുടെ സ്വന്തം ചായക്കട. പിന്നെ നമ്മുടെ റോഡുകൾ. ഈ റോഡുകൾ എന്നെ ആശുപത്രിയിലേക്കല്ല, നാളെയുടെ പ്രതീക്ഷകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ പെയ്തിറങ്ങുന്ന ഓരോ തുള്ളിമഴയും ഈ ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്ക് നിറഞ്ഞൊഴുകുന്നു. എന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് എന്നെ നടക്കാൻ പഠിപ്പിച്ച എന്റെ ഗ്രാമം. ഈ മണ്ണിൻ പേരിൽ ഞങ്ങൾ ജീവിച്ചിടുന്നു. നാളെ എന്താവുമെന്നൊന്നും അറിയുന്നില്ലല്ലോ.
കുടിലിൻ ചുവരുകൾ സ്വപ്നങ്ങൾ കാത്തുനിൽക്കും. കുടിയൊഴിപ്പിക്കുമെന്നോ ഭയം ഞങ്ങളെ ചുറ്റുന്നു. ജീവിതം എന്തു ജീവിതം, ജീവിതം എന്തു ജീവിതം, ജീവിതം എന്തു ജീവിതം, ജീവിതം അമ്മോ ജീവിതം. അരിപ്പൊടി മുഴുവൻ പോയല്ല. പടച്ച റബ്ബേ, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ എല്ലാം പോയി. എടാ മമ്മൂഞ്ഞെ, സാരമില്ലടാ, പോകട്ടെ. ടീച്ചറെ, ആന്റി എന്നെ തല്ലും, എന്നെ കൊല്ലും. അവൾ നിന്നെ ഒന്നും ചെയ്യില്ലടാ. ടീച്ചറിനൊന്നും ആന്റിയെ അറിയൂല. ഈ ഗ്രാമത്തെ നഗരമാക്കാൻ കച്ചകെട്ടി നടക്കുന്നവളല്ലേ. അവളുടെ ഒരു കാര്യവും ഇവിടെ നടക്കില്ല. അത് നടക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കഴിഞ്ഞ ഇലക്ഷന് മനസ്സിലാക്കി കൊടുത്തില്ലേ ഒരു മെമ്പർ ആന്റി. ഒന്നു സ്നേതാവേ പഞ്ചായത്തിന്റെ പൊന്നാനി, ആപ്പിൾ നമ്മുടെ പൊൻചിഹ്നം, ഓരോ വോട്ടും പൊന്നൂന്ന്. ആരും ഭയപ്പെടേണ്ട. അനന്തേട്ടാ, ടീച്ചറേ, എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയല്ലേ? അതെ, ഇനി ഇലക്ഷനൊക്കെ വരാൻ പോവുമല്ലേ? നമുക്ക് ഈ നാടിനെ സ്വർഗതുല്യമാക്കണം. പട്ടിണിയും പരിവട്ടവുമൊന്നുമില്ലാത്ത സിംഗപ്പൂർ മോഡൽ ഒരു മനോഹര നഗരം. അതിന് എല്ലാവരും ഈ പ്രാവശ്യവും വീണ്ടും എന്നെ തന്നെ ജയിപ്പിക്കണേ. സ്വർഗവും സിംഗപ്പൂർ മോഡൽ നഗരവും ഒന്നും ഈ പാവങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരു ശൗചാലയമെങ്കിലും ഇവിടെ വന്നോ? ഛെ, ശൗചാലയം അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണെന്നേ. ഇപ്പോ ന്യൂ വെർഷൻ SIR സർ. സാറെന്നാല് ഇനി സാധാരണക്കാർക്ക് രക്ഷയില്ലെന്നാണോ സാറേ? എടാ മമ്മൂഞ്ഞെ, SIR എന്നാലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നാണ്. ഇതൊരു തരം ഇന്റർനെറ്റ് മെഷീനാണ് മോനെ സാധനം. എന്താടോ മെമ്പറെ, തനിക്കിതൊന്നും അറിയില്ലേ? ടീച്ചറെ, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. പുതിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. എൻ്റെ വോട്ട് മറക്കല്ലേ. ഒന്നു സ്നേതാവേ പഞ്ചായത്തിന്റെ പൊന്നാനി. അനന്തേട്ടാ, അത് അതെ, അതവർ തന്നെ. ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചവർ തന്നെ. പക്ഷേ മണ്ണിന്റെ സത്യത്തെ തകർക്കാൻ അവർക്കാവില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നു. ഇത് കോടതി ഉത്തരവാണ്. എല്ലാ കുടിലുകളും ഇന്ന് തന്നെ ഒഴിപ്പിക്കാനാണ് തീരുമാനം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. നമ്മുടെ വീടുകൾ, നമ്മുടെ മണ്ണ്, നമ്മൾ വെറും കളിപ്പാവുകളോ? എനിക്ക് വികാരങ്ങളല്ല, കാഗിതങ്ങളാണ് വിഷയം. ഇതിൽ ഒപ്പിട്ടാൽ സർക്കാർ നിങ്ങൾക്ക് താൽക്കാലിക താമസം നൽകും. താൽക്കാലിക? ഇതുവരെ ഞാൻ ഉറങ്ങിയിരുന്നത് എന്റെ വീട്ടിലാണ്. ഇനി ഉറങ്ങേണ്ടത് താൽക്കാലിക വീട്ടിൽ.
നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഒപ്പിട്ടാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ദേ, ഞങ്ങളൊരു പേപ്പറിലും ഒപ്പുവെക്കുന്നില്ല. ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഒന്നരക്കാലുള്ള അവന്റെ ശൗര്യം കണ്ടില്ലേ? ഒന്നര കാലിന് എന്താ സാറേ കുഴപ്പം? മിണ്ടാതിരിക്കടാ. വിക്കാൻ കയ്യാങ്കളി വേണ്ട സാറേ. പോലീസിന് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു. സാറേ വേണ്ട, വിട്ടേക്ക്. എന്നെ ബുൾഡോസർ കയറ്റി കൊന്നാലും ഞങ്ങൾ ഈ മണ്ണ് വിട്ടു തരികയില്ല. തൊട്ടുപോകരുത്. എന്ത് വികസനത്തിന്റെ പേരിലായാലും ജനിച്ച മണ്ണിൽ ജീവിച്ചു മരിക്കുവാനുള്ള അവകാശമുണ്ടല്ലോ സാറേ. സാറേ, സാറ് മാറു. ഞാൻ തന്നെ ഒഴിപ്പിക്കാം എല്ലാറ്റിനും. ബുൾഡോസർ കയറി വരട്ടെ. അല്ലല്ല സാറേ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഇത് അന്യായമാണ്. എന്തിന് എന്തിന് ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നു? ഈ മണ്ണിൽ ഞങ്ങൾ വളർന്നു, ഈ മണ്ണിൽ ഞങ്ങൾ വിയർത്തു. ഇത് ഞങ്ങളുടെ ജീവന്റെ വിലയാണ്. കടലാസ് കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഒഴിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അനന്ത, നിയമം അതെനിക്ക് നടപ്പാക്കണം. നിയമം നിയമം മനുഷ്യനെ രക്ഷിക്കാനാണ്, ഉപദ്രവിക്കാനല്ല. വരുവിൻ, വരുവിൻ, എല്ലാവരും വരുവിൻ. നാം പോകില്ല, നാം പോകില്ല. നമ്മുടെ വീടുകൾ തകർത്ത് എവിടെ പോകും? ഭൂമിയുടെ മണവും കണ്ണീരിൻ വാഴുമിന്നില്ലേ? നഗരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ തൂക്കുമല്ലേ? നാം പോകില്ല, നാം പോകില്ല. ഇത് നമ്മുടെ മണ്ണ്. നോക്കൂ, ഇവിടെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ആളുകളെ ഭീതിയിലാഴ്ത്തുന്ന നഗരവൽക്കരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട അധികാരികൾ തന്നെ അവരുടെ അന്ധകരായി മാറുന്നു. ഇത്തരത്തിലുള്ള അതിക്രൂരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കൂരകൾ ഇടിച്ചു നിരത്താനായി നിരന്നു നിൽക്കുന്ന ബുൾഡോസറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സത്യമാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നഗരവൽക്കരണത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു, ഭൂമികൾ വിറ്റു തുലയ്ക്കുന്നു. അത് ഗവൺമെന്റ് പ്രോജക്റ്റ്. അതെ, പാവങ്ങളെ
ഓരോന്നും കാണിച്ച് പറ്റിക്കുന്ന പ്രോജക്റ്റ്. സർ, ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. ജീവിക്കാനുള്ള അവകാശം ആവശ്യപ്പെട്ടത് മാത്രം. സർക്കാർ നമ്മെ കേൾക്കാത്ത പക്ഷം ലോകം കേൾക്കും. അവന്റെ ഒരു ലോകം. ഇനി ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതാം. നഗരവൽക്കരണം മനുഷ്യരെ വിഷമിപ്പിക്കാനുള്ളതല്ല. ഇവിടെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. വീട്, അതിൻ്റെ ചുവരുകൾ വെറും മണൽത്തരികളല്ല, മനുഷ്യരുടെ ഹൃദയമാണ്. ഞങ്ങളെ താങ്ങുക, വേരുകൾ ഞങ്ങളിവിടെ വിട്ടിരിക്കുന്നു. വീട് ഒരു നടുവിരലല്ല, ഞങ്ങളുടെ ശ്വാസം അതിൻ ചുവരിലാണ്. വികസനം മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കുന്നതല്ല, മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. മണ്ണിൽ വീടുകൾ തകർക്കുന്നവർക്ക് മണ്ണിന്റെ ശബ്ദം ഒരിക്കൽ കേൾക്കേണ്ടി വരും. ആ ശബ്ദം സത്യം പറയുന്നതാണ്. ടീച്ചർ ആൻറ്റി, എൻ്റെ പൂമ്പാറ്റകൾ തിരിച്ചു വന്നു. അങ്കിൾ പറഞ്ഞ ശരിയാ. ദേ, ഇടിവെട്ടും മഴയും പോയപ്പോൾ എൻ്റെ പൂമ്പാറ്റകൾ തിരിച്ചു വന്നല്ലോ. കാണൂ, കാണൂ, മണ്ണ് സാക്ഷ്യം, സാക്ഷ്യം. ചിറകിലേറി വന്ന പൂമ്പാറ്റ മണ്ണിനെ ചുംബിച്ച നിമിഷം ഗ്രാമക്കാർക്ക് ഹൃദയമായി മണ്ണ് അമ്മയുടെ മണമാകുന്നു. മനസാക്ഷി പോലെ നിശബ്ദമാണ് മണ്ണ്. എല്ലാ മനുഷ്യരുടെയും പാപവും പ്രാർത്ഥനയും അത് താങ്ങുന്നു. മണ്ണിനെ വഞ്ചിച്ചവർ ഒരു നാൾ മനസാക്ഷിയിൽ തോറ്റുപോകും. അതിനീ മണ്ണ് തന്നെ സാക്ഷ്യം. ആയോ ഇത് സ്വപ്ന ജീവിതം, ആയോ ഇതു തന്നെ ജീവിതം, ആയോ ഇത് സ്വപ്ന ജീവിതം, ആയോ ഇതു തന്നെ ജീവിതം.